ഇക്കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് ഭീകരമായ സാമ്പത്തിക തട്ടിപ്പിനും അതുപോലെ മറ്റ് കബളിപ്പിക്കലിനും സംസ്ഥാന സർക്കാരും കായിക മന്ത്രിയും നേതൃത്വം കൊടുത്തു എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് കായിക സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2024 സെപ്റ്റംബറിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ, അന്നത്തെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പെയിനിൽ ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം സന്ദർശനം നടത്തുകയും പിന്നീട് അദ്ദേഹം കേരളത്തിൽ വന്ന് മെസ്സി കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനുവേണ്ടി ഏതാണ്ട് 130 കോടി രൂപയുടെ ചെലവ് വരുമെന്നും ഈ ചെലവ് ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന കമ്പനി വഹിക്കുമെന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. മെസ്സിയെ കേരളത്തിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുമ്പോൾ, അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു സ്പോൺസറെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തുവിടാനോ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കാനോ അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അത് സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം ഞങ്ങളന്ന് ഉന്നയിച്ചതാണ്. പക്ഷേ മറുപടി പറയാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പിന്നീട് 126 മുതൽ 130 കോടി രൂപ വരെ AFAക്ക് കൈമാറിയെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മേധാവിയായ ആൻഡോ മാധ്യമങ്ങളുടെ മുമ്പാകെ വന്ന് പറഞ്ഞു. മാത്രമല്ല, അർജന്റീന ടീമിന് കളിക്കാൻ വേണ്ടി കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുന്ന പ്രവൃത്തി ഇതേ കമ്പനി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതിനായി 70 കോടി മുതൽ 100 കോടി രൂപ വരെ ഈ കമ്പനി ചെലവാക്കുമെന്നും അവകാശവാദവും വീരവാദവും ഒക്കെ ഉന്നയിച്ചു. ഇത് സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള കരാറും പുറത്തുവിടാനും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പിന്നീട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കരാറിന് തയ്യാറായി എന്ന് പറഞ്ഞുവെങ്കിലും നാളിതുവരെയായി ഒരു കരാറിലും സംസ്ഥാന സർക്കാരോ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയോ ഏർപ്പെട്ടതായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ കായിക സ്പെഷ്യൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് അർജന്റീന ടീമും മെസ്സിയും ഒക്കെ കേരളത്തിലേക്ക് വരുന്നു എന്ന അവകാശവാദം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പണമിടപാടുകളെല്ലാം ദുരൂഹമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമായത് ഏതാണ്ട് $300 മില്യൺ 2895 കോടി രൂപ INR ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പിന് AFAയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ചിക്കി ടാംബിയയും അതുപോലെ തന്നെ ട്രഷററായിട്ടുള്ള പാബ്ലോ ടൊവിങ്കോ എന്നീ 2 വ്യക്തികളും അമേരിക്കയിലെ FBI അന്വേഷണത്തിൻ്റെ പരിധിയിലാണെന്നും അന്വേഷണം നടക്കുന്നു എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. മാത്രമല്ല, ഈ AFAയുമായി പണമിടപാടുകൾ നടത്തുന്ന ഒരു തേർഡ് ഏജൻസി, ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന ഈ ഏജൻസിക്കെതിരായി അമേരിക്കയിലെ കോടതി സമൻസ് അയച്ചിട്ടുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ TV ഏതാണ്ട് $15 മില്യൺ 130 കോടി രൂപ കൈമാറി എന്ന് പറയുന്നത് AFAക്കാണെങ്കിലും അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായത് ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ്, അമേരിക്കയിലെ ഒരു ഏജൻസിക്കാണ് റിപ്പോർട്ടർ TV പണം കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ മണി ലോണ്ടറിങ്ങിന് അന്വേഷണം നടക്കുന്ന
കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ടൂർ പ്രോഡ് എൻ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസിയുമായി കേരളത്തിലെ ഒരു കമ്പനി, ഒരു ടെലിവിഷൻ ചാനൽ എങ്ങനെ ബന്ധപ്പെട്ടു? അതിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ പങ്കെന്താണ്? ഒരു നടപടിക്രമവും പാലിക്കാതെ, നിയമവകുപ്പോ ധനകാര്യ വകുപ്പോ കാണാത്ത ഒരു കരാറിൽ എങ്ങനെയാണ് സർക്കാർ ഏർപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്, ഒന്ന്, സംസ്ഥാന തലത്തിൽ ഒരു വിജിലൻസിൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെടുന്നത്, ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന ആവശ്യം യൂത്ത് ലീഗ് ഉന്നയിക്കുകയാണ്. അതോടൊപ്പം ഇത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഏതാണ്ട് 130 കോടി രൂപ, $15 മില്യൺ US ഡോളർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഒരു കമ്പനിയിലേക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കേസായതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ കായിക മന്ത്രി മറുപടിയിൽ നിന്ന് ഒളിച്ചോടാതെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകണം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ വിധി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, എങ്ങനെയാണ് ഒരു കമ്പനിയുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെട്ടത്? എങ്ങനെയാണ് കൊച്ചി സ്റ്റേഡിയം പോലെയുള്ള മനോഹരമായ ഒരു സ്റ്റേഡിയം നശിപ്പിക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്? എന്തിനാണ് സ്പെയിനിൽ പോയത്? സ്പെയിനിൽ പോയി ആരുമായിട്ടൊക്കെയാണ് സംസാരിച്ചത്? എങ്ങനെയാണ് ഒരു സ്പോൺസറെ കണ്ടെത്തിയത്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? കേരള സർക്കാർ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്പോൺസറായിട്ടാണ് ഒരു കമ്പനിയെ സർക്കാർ കണ്ടെത്തിയതെങ്കിൽ, സർക്കാരിന് വേണ്ടി AFIയുമായും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുമായി കത്തിടപാടുകൾ നടത്താൻ എങ്ങനെയാണ് ഈ സ്പോൺസർക്ക് സാധിക്കുന്നത്? ഇത് സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ദുരൂഹതകൾ നീക്കാൻ അന്നത്തെ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ജനങ്ങളോട് കൃത്യമായി മറുപടി പറയണം. അതോടൊപ്പം ഇത് സംബന്ധിച്ചുള്ള നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും മന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്തത് പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. ഇത്ര വലിയ ഗുരുതരമായ വാർത്തകൾ പുറത്തു വന്നിട്ട് മുൻ കായിക മന്ത്രി ഒരക്ഷരം പോലും പ്രതികരിക്കാതെ മൗനത്തിൽ ഒളിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് പേടിയുള്ളത് കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ്, പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞേ തീരൂ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അത്ര ഗുരുതരമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, ഇത് കഴിയട്ടെ, വിഷയം മാറ്റില്ലേ. ഇത്ര വളരെ ഗൗരവമായിട്ടുള്ള 130 കോടി രൂപയുടെ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന സർക്കാരിനെ മുൻനിർത്തി ഒരു സ്വകാര്യ കമ്പനി നടത്തിയിട്ടുള്ള ഒരു ഇടപാട് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അവസാനിക്കട്ടെ, എന്നാൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ പങ്കിനെ സംബന്ധിച്ചും പിന്നെ ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനക്കോ വിട്ടുകൊടുക്കണമെങ്കിൽ 5 കോടി രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഒരു നയ പൈസ ഡെപ്പോസിറ്റ് നൽകാതെയാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി വാക്കാൽ നിർദ്ദേശം കൊടുത്തത്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ
5 കോടിയുടെ ഡെപ്പോസിറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ പിന്നെ ഒഴിവാക്കി കൊടുക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എങ്ങനെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രി ഒരു 5 കോടിയുടെ ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കുന്നത്? മാത്രമല്ല, ഈ യോഗത്തിൻ്റെ എല്ലാം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്വകാര്യ കമ്പനി ഞാൻ സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് എന്ന രീതിയിലാണ് പെരുമാറിയത്. DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 2 യോഗങ്ങൾ ഈ സ്വകാര്യ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നടന്നു. അപ്പോൾ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള അംബിഗിറ്റിയുള്ള ഒരു ഇടപാടിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൽ അന്നത്തെ കായിക മന്ത്രിക്കുള്ള അമിതമായ സ്വാധീനം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാട്. ഇത് ഏതാണെന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ കൃത്യമായൊരു അന്വേഷണം നടക്കണം. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതേ സംബന്ധിച്ച് പ്രതികരിക്കണം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ ഒരു ഇടപാടിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ, അന്നത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഒരാൾ പോയി ഇരിക്കുന്നത്? ഇതൊന്നും പരിശോധിക്കാതാണോ? ഇതേതാണ് ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന ഈ ഏജൻസി ഏതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റുമായി നടത്തിയത്, കത്തിടപാടുകൾ നടത്തിയത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഫെമയുടെ പെർമിഷന് വേണ്ടി ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന കമ്പനിക്ക് പണമടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി, ഫെമയുടെ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിന് കത്തയക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഈ ടൂർ പ്രോഡ് എൻഡറിനെ പോലെയുള്ളൊരു ഏജൻസിയുടെ മുൻപുള്ള ആക്ടിവിറ്റികളൊന്നും പരിശോധിക്കാതെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കത്തയക്കുന്നത് കേന്ദ്രവുമായി? അപ്പം ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്.